ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മളിപ്പോൾ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വെച്ചു. നമ്മളിപ്പോൾ പോകുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ. അറാദിലുള്ള അയ്യപ്പൻ്റെ അമ്പലത്തിലേക്കാണ്, അയ്യപ്പ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്. ഇന്ന് ശരിക്കും ഫ്രൈഡേ ആണ്, ശിവരാത്രിയാണ് കേട്ടോ. പക്ഷേ ഈ വ്ളോഗ് അപ്ലോഡ് ആകുമ്പോഴേക്കും ശിവരാത്രി കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ പോകണം. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു എയർപോർട്ട് വിസിറ്റ് ഉണ്ട് കേട്ടോ. അതായത് നമുക്കൊരു അത് ഞാൻ പറയാം കേട്ടോ. ഓക്കെ, അപ്പം നമ്മളിവിടെ അയ്യപ്പ ക്ഷേത്രമാണ്. ഇവിടെ ഒരുപാട് ഗ്യാരേജുകളൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. അപ്പോൾ ചെറിയൊരു വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മളതും തപ്പി നടക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു വഴി കേട്ടോ. അവിടേക്കുള്ള സ്റ്റെപ്പ് എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പുകളാണ്. കുറച്ച് കണ്ടുപിടിക്കാൻ പെട്ടെന്ന് ഇച്ചിരി പാടാണ്. ബോർഡൊന്നും വെക്കാൻ പാടില്ലല്ലോ ഇവിടെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് അവിടെ മുകളിൽ പോയപ്പോൾ നല്ല തിരക്കുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിൽ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ ഉള്ളിലെ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കേട്ടോ. പോയി നല്ലൊരു വൈബാണ് അവിടെ. നല്ല അടിപൊളി ഒരു അമ്പലമാണ് അയ്യപ്പ ക്ഷേത്രം. 18 പടിയൊക്കെ ഉള്ള കംപ്ലീറ്റ് അങ്ങനത്തെ ഒരു ഇതൊക്കെ സെറ്റപ്പൊക്കെ ഉള്ള ഒരു അമ്പലമാണ്. അപ്പോൾ നമ്മളവിടെ പോയി തൊഴുത് ഇറങ്ങിയിട്ട് അത് കഴിഞ്ഞ് നമ്മളിവിടെ ഒരു കൈരളി എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻറ്റിലുണ്ട്. അവിടെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് വെച്ചാൽ വലിയ നെയ് റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി നെയ് റോസ്റ്റാണ്. അത് മാത്രമല്ല 350 ഫിൽസിൻ്റെ ആ ഒരു റേറ്റ് നെയ് റോസ്റ്റിന് വരുന്നുള്ളൂ. അത് വളരെ ചീപ്പ് റേറ്റ് ആണ് കേട്ടോ. നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നല്ല വലിയ നെയ് റോസ്റ്റും കിട്ടും. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ ഇറങ്ങി. അപ്പോൾ നമ്മളതേ പോകുന്നത് എയർപോർട്ടിലേക്കാണ്. അപ്പോൾ നമുക്ക് ഇന്ന് എന്തിനാണ് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് 16 വർഷമായിട്ടുള്ള നമ്മുടെ ഫ്രണ്ട്ഷിപ്പാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സജിത വരുന്നുണ്ട്. ഒരാളും കൂടെ വരാനുണ്ട്. ആൾ നെക്സ്റ്റ് മന്ത് 2nd വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് സജിതയും കണ്ണനും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇവിടെയാണ് മോനെ ചേർത്തുന്നത്. അപ്പം അവളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നേക്കണേ കേട്ടോ. അപ്പോൾ നമ്മളിന്ന് എയർപോർട്ടിലേക്ക് വന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഒരാളെ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അജയ് ചേട്ടനും സനിൽ സാറും ശശിയേട്ടനും ഏട്ടനും ഞാനും എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു നമ്മുടെ നാട്ടിൽ നിന്ന് വന്നൊരു എന്താ പറയുക, ഒരു MLA ആണ് കേട്ടോ. കോൺഗ്രസ് ഒരു MLA ആണ്. ഇവിടെ എന്തൊക്കെ പ്രോഗ്രാം നടക്കുന്നുണ്ട്, സമ്മേളനമൊക്കെ, അതിന് വേണ്ടി വന്നതാണ് കേട്ടോ. നമ്മൾ വന്നിരിക്കുന്നത് എല്ലാവരും വെയിറ്റ് ചെയ്തിങ്ങനെ നോക്കിയിരിക്കുക. കുറേ ആൾക്കാർ പോയി, ഇവരെ മാത്രം കാണാമല്ലോ. ആരാ വരുന്നതെന്ന് വെച്ചാൽ സജിതയും കണ്ണനുമാണ് വരുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടെന്ന് മാത്രം വെറുതെ പറഞ്ഞാൽ പോലെ ചങ്കെടുപ്പാണ്. ഒരാൾ കൂടെ ഉണ്ട്. അയാൾ നെക്സ്റ്റ് മന്ത് വരുള്ളൂ. സജിതയും കണ്ണനുമാണ് ഇന്ന് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അവർ അവിടെ കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ലേറ്റായിട്ട് ഇപ്പോഴാണ് വരുന്നത് കേട്ടോ. അപ്പോൾ കണ്ണൻ വരുമ്പോൾ കൊടുക്കാനായിട്ട് ദച്ചു മിഠായി എടുത്ത് പിടിച്ച് നിൽക്കായിരുന്നു കേട്ടോ. കണ്ണനെ കണ്ടപ്പോൾ നാണായിട്ട് കൈ കൊടുക്കാണ്ട് ആ പെട്ടിമ വെച്ചിട്ട് ഓടിപ്പോയിട്ടാ. ഓക്കെ, അപ്പോൾ അവർ വന്നു. അപ്പം എന്താ പറയുക, ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് നിന്നു കേട്ടോ. നമ്മൾ അവരെ കുറേ ഡിലേ ആയിരുന്നു വരാനായിട്ട് കേട്ടോ. അപ്പം അത് കഴിഞ്ഞിട്ട് അപ്പോൾ അവരൊക്കെയാണ് സംസാരിച്ച് നമ്മൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ ഇനി വീട്ടിലോട്ട് പോകാനാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് നമ്മുടെ അടുത്താണ് എല്ലാവരും കൂടെ കൂടുന്നത്. അപ്പോൾ നമ്മൾ ബാക്കി അവിടെ പോയി സംസാരിക്കാം, ഇപ്പോൾ പോകാമെന്ന് പറഞ്ഞാൽ അവർ ടയേർഡാണ് ഓൾറെഡി. അപ്പോൾ നമ്മൾ കുറച്ച് പെട്ടി സാധനങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിലും ബാക്കി അവരുടെ വണ്ടിയിലും. അപ്പോൾ എല്ലാം കൂടി ഒരു വണ്ടിയിൽ കയറില്ലല്ലോ. ദച്ചു സാർ ആ പെട്ടി കയറി ഇരിപ്പാണ് കേട്ടോ. അപ്പോൾ ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് ഞങ്ങൾ. ഏട്ടൻ വന്ന് നമ്മൾ സാധനങ്ങളൊക്കെ കയറ്റി ഇനിയിപ്പോൾ അവിടെ കൊണ്ട് ഇറക്കി കൊടുക്കണം. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഒന്ന് മൊത്തം നല്ല പൊടിയുണ്ട് കേട്ടോ. പുറത്തിങ്ങനെ അത്യാവശ്യം നല്ല ഇങ്ങനെ ഇച്ചിരി ഇങ്ങനെ മങ്ങിയിരിപ്പുണ്ട്. പുറത്തൊക്കെ നല്ല പൊടിയുണ്ട്. അപ്പോൾ ദച്ചു കണ്ണൻ ചേട്ടായിയുടെ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ. കണ്ണൻ ചേട്ടായും ദച്ചും ഭയങ്കര ഇഷ്ടമാണ്. അവർ രണ്ടുപേരും ഒന്നിച്ച് കളിക്കുക കേട്ടോ. അപ്പോൾ അവൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഈ ദച്ചു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കണ്ണൻ ചേട്ടായി വന്നു ഇനി കളിക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പുറത്തത്തെ വീഡിയോ ഞാൻ കുറച്ച് എടുത്താണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒന്നും ക്ലിയർ ആവണില്ല. ബിൽഡിങ്സൊക്കെ ഇങ്ങനെ അധികം ക്ലിയർ ആവണില്ല. നല്ല പൊടിയുണ്ടായി ആ ഭാഗത്തൊക്കെ, നല്ല പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അധികം ക്ലിയർ ആവുന്നില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ മഴയും വെയിലും തണുപ്പും ഒക്കെ ആയിട്ട് ഇങ്ങനെ മാറി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ വെയിലാവാനുള്ള, അതായത് നല്ല ചൂട് കൂടാനുള്ള ടൈമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴേക്കും നമ്മളിപ്പോൾ ചിക്കൻ മജ്ബൂസൊക്കെ ഉണ്ടാക്കി അതിലേക്കുള്ള ചമ്മന്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിട്ടോ. അപ്പോൾ ഏട്ടൻ്റെ വേറെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അവരിങ്ങോട്ട് വന്നില്ല. അവർ അപ്പുറത്തെ റൂമിൽ ഇടുന്നു. അപ്പോൾ അവർക്ക് ഫുഡ് അങ്ങോട്ട് കൊടുത്തു വിട്ടു. അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല എല്ലാവരും വന്നപ്പോഴൊക്കെ കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോയി. അപ്പോൾ നമ്മൾ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ന് ഫ്രൈഡേ ആണ്. അപ്പോൾ സമയം ഏകദേശം 4-4:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഉറങ്ങണം. എന്നിട്ട് പിന്നെ നമ്മൾ ഈവനിങ് നമ്മളൊന്ന് പുറത്തൊക്കെ പോകാനോ ചിലപ്പോൾ പോവുള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ. അടുത്ത വീഡിയോയിൽ കാണാതിരിക്കും. ടേക്ക് കെയർ, ബൈ.